ട്രാൻസ്ഫർ ആയി മോനെ, ട്രാൻസ്ഫർ ആയി. നിനക്ക് ട്രാൻസ്ഫറാ? എനിക്കല്ല ട്രാൻസ്ഫർ, താടക ഹരിതയ്ക്കാ. വെറുതെ കൊതിപ്പിച്ച് ആ അരുണിന്റെ ഒരു യോഗം. അല്ല, എനിക്ക് ട്രാൻസ്ഫർ ഇല്ലാന്ന് അറിഞ്ഞപ്പോ നിനക്ക് എന്താ ഇത്ര സങ്കടം? സങ്കടോ? സന്തോഷല്ലേ? എന്നും എനിക്ക് മുഖം കാണാലോ. ആ, എനിക്കെന്നാലും ഹരിതയുടെ കാര്യം ആലോചിക്കുമ്പോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അവളിപ്പോ വിഷമിച്ചിരിക്കുവായിരിക്കും. ആ തെണ്ടി അരുണും നല്ല വിഷമത്തിലായിരിക്കും. എന്നാലും അരുണേട്ടനും കൂടി ട്രാൻസ്ഫർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ. നീയില്ല, ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കും? പാവം. എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ പറഞ്ഞു, ഇപ്പൊ വരാതെ. എടാ ഭാഗ്യവാനെ, പോയി വല്ല ലോട്ടറി എടുക്കടാ. എന്തിനടാ ഇനി വേറെ ലോട്ടറി അടിക്കുന്നത്? ബമ്പറല്ലേ അടിച്ചിരിക്കുന്നത്. അസൂയ തോന്നടാ നിന്നോട്. അല്ലയാ, ഇനി ഞാൻ സഞ്ചരിക്കുന്ന ഒരു ബാറായിരിക്കോടാ. ഞാനും വരും. നീ എൻ്റെ കൂടെ നടക്കുന്നത് നിന്റെ ഭാര്യ ദേവിയെ കണ്ടാലേ അന്ന് നിന്റെ അവസാനം ആയിരിക്കോടാ. അവർ തമ്മിലുള്ള പ്രശ്നം ആദ്യം തീരണം അളിയാ, എന്നാലും നമുക്ക് മനസ്സമാനായിട്ടിരുന്ന് രണ്ടെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചേ? മോനെ, യു ഹാവ് എ മെസ്സേജ്. ഇല്ലടാ, എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. നിനക്കല്ലടാ, നിന്റെ ഭാര്യയ്ക്ക്. അരുണേട്ടാ, ഒന്നിങ്ങ് വന്നേ. അതേ അവള് വിളിക്കണം. എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് അറിയാ. രക്ഷപ്പെടുത്തണടാ. അരുണേട്ട വേം വാ, ഇരിക്ക്. നിങ്ങളിത് കണ്ട ആ മൂദേവി ദേവിക എന്നോട് മാപ്പ് പറഞ്ഞു. എന്താ ചെയ്ത എല്ലാ തെറ്റും പൊറുക്കണം, എല്ലാ തെറ്റും അവളുടെയാണ്, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കണം, ഡിന്നറിന് പോവാ, അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട്. എന്നാൽ ഞാൻ ജയിച്ചറിഞ്ഞേട്ടാ, ഞാൻ ജയിച്ച്. എനിക്ക് സന്തോഷമായി. എന്തൊക്കെയായിരുന്നു, എന്ത് അഹങ്കാരമായിരുന്നു നമുക്ക്. കണ്ടോടി, ഇത്രയൊക്കെ ഉള്ളു മനുഷ്യര്. എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണെന്നല്ലേ മഹാകവി ജിസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവരിന്ന് രാത്രി ഡിന്നറിന് വിളിച്ചാലോ? എന്തായാലും ഇത്രയും വലിയ മാപ്പൊക്കെ പറഞ്ഞല്ലേ, നീ അതും വിട്ടുകളാ. വേണോ? ഇരിക്കും മോളെ, അറിയില്ലേ എതിരെ നിൽക്കുന്നവൻ. അയ്യോ വേണ്ട 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 വേണ്ട, ഞാൻ വിളിച്ചോളാവേ. വൈശ്വതയെ ഹരിത വിളിക്കുന്നു. ഈ പ്രാന്തിയതിന് എന്നെ വിളിക്കണേ? എന്തായാലും നീ ഒന്ന് എടുക്ക്, കാര്യം എന്താണെന്നറിയാലോ. ഹലോ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, സോറി. അവളെന്നോട് ക്ഷമിച്ചോന്ന്? അതിന് ഞാൻ എപ്പോഴാണ് അവളോട് ക്ഷമിച്ചേ? അവളെന്തായാലും പോവല്ലേ, ഇപ്പോഴായിരിക്കും നിന്റെ മഹത്വം അവൾക്ക് മനസ്സിലായത്. ക്ഷമിച്ചു വിട്ടേക്ക്. അയ്യോ, ചിലപ്പോഴേ നിന്റെ സൗണ്ട് കേട്ടിട്ട് വിങ്ങി പൊട്ടിയിരിക്കുമായിരിക്കും. നീ ഡിന്നറിന് വിളിക്കും. ദേവു വിഷമിക്കല്ലേ. പാവം കേട്ടോ. പറഞ്ഞില്ലേ, ക്ഷമിച്ചു വിട്. ഞാനും ക്ഷമിച്ചു, സോറി ഡി. ദേവു, ഇന്ന് നൈറ്റ് ഡിന്നർ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് കഴിച്ചാലോ? ഡിന്നർ കഴിക്കാൻ അവൾ അങ്ങോട്ട് വിളിക്കുന്നു, നമുക്ക് പോയാലോ? നിനക്ക് നിർബന്ധമാണ് പോയേക്കാം. ഞങ്ങൾ വരാം.